നമ്മുടെ പ്രിയപ്പെട്ട സാബിർ താത്ത പറയുന്ന ചില വാക്കുകളല്ലേ എത്രത്തോളം സത്യമാണെന്ന് ഈ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായി പോകുന്നത്. സാബിർ താത്ത ഒരു വാക്കുകൾ പറയുന്നല്ലേ എന്തെന്ന് കേട്ടോ. സാബിർ താന്റെ വാക്കുകൾ കേട്ടോ. സ്വാഗതം, ഞാൻ സാബിർ. എന്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? ഇന്ന് സാബീത്ത് നിങ്ങളെ മുന്നിൽ വന്നത് ഈ സാബീത്ത ഡാൻസ് കളിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് കുഴപ്പോ അല്ലേ? ഇത്ര സുന്ദരനും സുമുഖിയുമായ ഞാൻ ഡാൻസ് കളിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് കുഴപ്പം? ഈ വീഡിയോ കാണുന്ന ആളും ചില ആൾ സാബിർ താന്റെ വീഡിയോ എനിക്കും കമന്റ് വരുന്നത്, നിങ്ങൾക്ക് എന്ത് കുഴപ്പം? ഇത്ര സുന്ദരനും സുമുഖിയുമായ നമ്മുടെ പ്രിയപ്പെട്ട സാബിർത്ത ഡാൻസ് കളിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നത് അത് എന്തുകൊണ്ടാണ്? സാബിർത്ത എത്ര ചേലുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൊയമ്പ എന്താണ് പറയും സാബിർത്ത, നിങ്ങൾ പറയും സാബിർത്ത ഒക്കെ സാബിർത്ത അതന്നെ സത്യം പാടില്ല അതന്നെ അത് മുസ്ലിം ആയതുകൊണ്ടും അത് കുറ്റമാണ് ഹറാമാണ് എന്നുള്ള രീതിയിലൊന്നല്ല. ഞാൻ തുള്ളൽ യൂട്യൂബിൽ ആര് വന്ന് തുള്ളി ആരും ഞാൻ തുള്ളാൻ പാടില്ല. നിങ്ങളെ നീയത്ത് അതന്നെ ചില ആൾക്കാർ നീയത്ത് അങ്ങനെ സാബിർത്ത ഇത് ഡാൻസ് ആടുമ്പോൾ കളിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടും. ഇതന്നെ ഇവരെ നീയത്ത്. ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ വീഡിയോ സാബിർത്ത, ഞാൻ ലൈക്കെല്ലാം അടിക്കലുണ്ട് നിങ്ങളെ വീഡിയോ. എന്റെ ശരീരത്തോട് കൂടി തുള്ളി നിങ്ങൾക്ക് എന്തോ ഭയപ്പെടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അത് ഹലാലും ഹറാമും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചില ആള് പറയുന്നു കുറ്റയല്ലേ ഹറാമല്ലേ, ദീനിനെ പറയിപ്പിക്കുകയാണോ ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളില്ല. അതെ, സാബിറ തുള്ളിയെടുത്ത് കൊണ്ട് മാത്രമാണ് ദീനും ഇസ്ലാമും പറയുക. മുത്തുനബിയും അള്ളാഹുവിനും ഇഷ്ടപ്പെടാത്തത് സാബിറ മാത്രം തുള്ളിയാണ് അല്ലേ? മുസ്ലിങ്ങളും ഉസ്താദുമാരും മറ്റോലും മറിച്ചോലും പറയാ സാബിറ തുള്ളിയാല് അതന്നെ ഉസ്താദമാർ വരെ പറയുന്നതാണ് സാബിർത്ത പറയുന്നത്. എല്ലാരും സാബിർത്ത ഡാൻസ് കളിക്കുമ്പോൾ അതിന് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഏറ്റവും വലിയ ശിക്ഷയാണ്, കുറ്റമാണ്, ഹറാം. വേറെ ആര് തുള്ളിയാല് നിങ്ങൾ കാണിക്കുന്ന പാമത്തുമണികളെ സൗണ്ട് ഞാൻ കാണിച്ചാല് ദേഷ്യം സൗണ്ട് ഇട്ടായിരുന്നു കേട്ടാ. ഈ ഒരു വീഡിയോ സാബിർത്ത കാണിക്കുന്നത്, പക്ഷെ അത് ഞാൻ കാണിക്കാൻ അർഹതനല്ല. കാരണം വെച്ചാൽ ആ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. എന്നിരുന്നാലും സാബിർത്താൻ്റെ ആ വീഡിയോ ഞാൻ മാറ്റി പിടിച്ച് ഏതെങ്കിലും ഉസ്താദുമാരോട് ഈ വീഡിയോസ് കാണിച്ചു കൊടുക്കോ. സൈന്യക്കാരെ ലക്ഷങ്ങൾ തരും എന്ന് പറഞ്ഞിപ്പോ ഇല്ല. സാബിറ തുള്ളി കളഞ്ഞ്, നബീസുമ്മ മണാലി പോയി കളഞ്ഞ്, പിന്നെ ലൈലേത്ത കുട്ടുമ്പോ കുട്ട് കളിച്ചാഞ്ഞ്, വേറൊരു ഭാഗത്ത് മറ്റേ പിന്നെ പാട്ട് പാടി കുട്ടുവിനെ കാണുന്നില്ലല്ലോ ഇപ്പോൾ. അത് ഇവിടെ പോയി സാബിർത്ത. നിങ്ങളത് കൂട്ടുകാരാണോ? നിങ്ങളത് ഫ്രണ്ട്സാണോ? പിന്നെ കുട്ടുമ്മ കുട്ടു എന്ന് പറയുന്ന പാട്ടിൽ അറിയപ്പെട്ട അവരെവിടെയാണ് ഇപ്പോൾ സാബിർത്ത? പറയും സാബിർത്ത. അതെ, ഹറാമും ഹലാലും ദീനിനെ പറയിപ്പിക്കലും ഇസ്ലാമിനെ പറയിപ്പിക്കലും തള്ളമാർ കളിച്ചാണ്. അപ്പം നിങ്ങൾ എന്ത് നിങ്ങൾ തള്ള എന്ന് മാത്രം നിങ്ങളെ പറയല്ല സാബിർത്ത. കാരണം വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു സുന്ദരനും സുമുഖ്യമായി ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമെന്ന്. നിങ്ങളെ തന്നെ നിങ്ങൾ തള്ള എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ തള്ള അല്ല സാബിർത്ത. നിങ്ങൾ ഇന്നും 18 ആ ഡാൻസ് കാണുമ്പോൾ തന്നെ ഐശ്വര്യറായി വരെ തോറ്റു പോകുന്നു നിങ്ങൾ ആ ഡാൻസിൻ്റെ ഇടയിൽ. അങ്ങനെയുള്ള ഡാൻസ് അല്ലേ സാബിർത്ത നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾ എന്നെ തള്ളയെന്ന് പറയാൻ ഒരിക്കലും പാടില്ല. അത് ഞാൻ അംഗീകരിച്ചു. നിങ്ങളെല്ലാ വാക്കും ഞാൻ അംഗീകരിച്ചു. ഈ ഒരു വാക്ക് ഞാൻ അംഗീകരിച്ചിട്ട് ആ തള്ള എന്ന് പറയുന്നുള്ളത് കേട്ടോ. നിങ്ങൾ എടുക്കേണ്ട പണിയില്ല കേട്ടോ. ഇത് ഉസ്താദിന്റെ സൈന്യക്കാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ വീഡിയോസ് ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ലേ, ഒരാഗ്രഹമാണ്. അവരഭിനയിക്കണം, അവർ ചെയ്യണം. പറയാനുണ്ടോ ഉസ്താദുമാർ നിങ്ങളോട്? ഉണ്ടോ? ഞാൻ മരിക്കുന്നത് വരെ ഞാൻ പറയും. എന്റെ ഈ ചാനൽ നഷ്ടപ്പെട്ടാലും വീണ്ടും ഞാൻ 4 ചാനലുമായി ഞാൻ ഓടിക്കും. പറയേണ്ടത് പറയണം. 40 വയസ്സായാലും പിന്നെയും ഈ ഉസ്താദന്മാർക്ക് തന്നെയല്ലോ താത്ത വെക്കുന്നത്. ഉസ്താദുമാർ മാത്രമാണ് താത്ത നിങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
അങ്ങനെയും കണ്ടിട്ട് കമന്റ് ആരോ സൈന്യക്കാരല്ല, ഉസ്താദിന്റെ ഭാര്യമാരുടെ ഫോണിന്ന്, ഉസ്താദിന്റെ കുടുംബക്കാരുടെ ഫോണിന്ന് ഉസ്താദിനെ പറയിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്ത് പറയിപ്പിക്കുന്ന സൈന്യക്കാരുടെ ഫോണൊന്നും കമന്റ് ആണ് വരുന്നത്. വേറെ ആരെ കമന്റും ഇല്ല. നിങ്ങൾ ആരൊന്നും വിചാരിക്കണ്ട. ഉസ്താദിന്റെ സൈന്യക്കാരുടെ കമന്റാണ്. ഉസ്താദിന്റെ ഫോണിന്റെ അകത്തായി എന്റെ ഫോണിന്റെ അകത്തായി വരുന്ന ഉസ്താദിന്റെ സൈന്യക്കാരുടെ കമന്റാണ്. വേറെ ആരുമല്ല. എന്ത് വേർഡ് കമന്റായി വരുന്ന ഉസ്താദിന് നല്ല കമന്റും എനിക്ക് ഇത് വേർഡ് കമന്റും വരുന്ന ഉസ്താദിന്റെ സൈന്യക്കാരാണ്, ഉസ്താദിന്റെ കുടുംബത്തിലെ ഫോണാണ്, ഉസ്താദിന്റെ ഭാര്യമാരുടെ ഫോണാണ്, ഉസ്താദിന്റെ കയ്യിലെ ഫോണാണ്. ഞങ്ങൾക്കറിയാലോ, അതും പുറത്തുള്ള ആരുമല്ല. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും പറയാം. ഇങ്ങനല്ല സാബിർ താക്ക് അറിയോട്ടാ. കാരണം എന്ന് വെച്ചാല് സാബിർ താക്ക് വരുന്ന കമന്റുകളെല്ലാം ഉണ്ടല്ലോ ഉസ്താദന്മാരുടെ ഫോണിൽ നിന്നും ഉസ്താദന്മാരുടെ ഭാര്യമാരുടെ ഫോണിൽ നിന്നും, അതെല്ലാം സാബിർ താക്ക് അറിയും. സാബിർ താക്ക് എന്തോ വല്ലൊരു കഴിവുണ്ടെന്ന് തോന്നല്ലേ, എനിക്ക് തോന്നി അങ്ങനെ. ഈ പറയുന്ന സാബിർ താക്ക് ഈ ഒരു വീഡിയോ 2 മാസങ്ങൾക്ക് മുമ്പ് ഇട്ട വീഡിയോ ആണ്. ഇതിൽ വന്ന കമൻറ്റ് എത്രയാണെന്നറിയോ? ആകെ 7 കമൻറ്റ്. ഈ കമൻറ്റിനും പിടിച്ചിട്ടാണ് സാബിർ താ വന്നിട്ട് പറയുന്നത്. ആകെ അതിലുള്ളത് നല്ല കമൻറ്റാണ്, എനിക്കിഷ്ടമായി സാബിർ താ നിങ്ങൾ. എന്നിട്ടൊരു ലവ് ചിഹ്നം. പിന്നെ ആൾ പറയുന്നത് പൊളിച്ചു സാബിർ താത്ത നിങ്ങൾ എന്നറിഞ്ഞിട്ട്. ആ ആളാന്ന് പറയുന്നുള്ളതാരെ? ഉസ്താദന്മാരെ. എന്തിന് സാബിർ താത്ത? പറയേണ്ടവർ പറഞ്ഞു പോയിക്കോട്ടെ, നിങ്ങൾ ഒരാളെ മുന്നിലും കയറണ്ട. നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൻ്റെ നിങ്ങൾ തണലാണ്. നിങ്ങളില്ലെങ്കിൽ അവർ പൂട്ടിപ്പോകും. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് ഈ പരസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവർ തരുന്നത് ആർക്കും ഇല്ലാത്ത പരസ്യങ്ങളാണ് സാബിർ താക്ക് തരുന്നത്. എന്നിരുന്നാലും ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് സാബിർ തന്നെ കേൾക്കാം. അല്ലേ? അതന്നെ. മുസ്ലിമല്ലേ? 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമാണോ ഈ നരകമുള്ളൂ? നരകവും സ്വർഗവും തിരിച്ചിട്ടുള്ളൂ? വിവരമുണ്ടോ നിങ്ങൾക്ക്? വിവരമുണ്ടോ? പഠിച്ചോൻ ആർക്ക് വിവരമുണ്ടാന്ന് ഉസ്താമാർക്ക്? സാബിർ താത്ത ഒരിക്കലും അങ്ങനെ പറയല്ലേട്ടാ. പഠിച്ചോനെ, ഞാൻ 1-ന് 4 കൊള്ളും. നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ വീഡിയോ ചെയ്യൂല. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടോ? ലക്ഷങ്ങൾ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഉസ്താദും പറയും ഞാനായില്ലേ എന്ന് പറയും. എന്ത് ഇതെല്ലാം ചെയ്താല് കുറ്റം പറഞ്ഞങ്ങ് ചെയ്താല് ഞാനായനെ മോളെ കൊണ്ട് കുറ്റമെന്നല്ലേ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് അവരോട് കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പൊന്നുമക്കളെ. ഇതെല്ലാം ആരാതുള്ളത് ബാല്യക്കാരത്തിയല്ലേ? അവരാപ്പോൾ നല്ല ലൂസേറ്റാ ബാല്യക്കാരത്തികൾ. അപ്പൊ പിന്നെയും ഈ സാബിർ താത്തനെ ഇങ്ങനെ പറയുന്നത് ബാല്യക്കാരത്തി. സാബിർ താത്താന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ ഇന്നും 18 തുളുമ്പെന്ന ഇതിലാണ് ഞാനുള്ളത് എന്ന്. പിന്നെ നിങ്ങൾ എന്തിന് ബാല്യക്കാരത്തി? നിങ്ങളും ബാല്യക്കാരത്തി തന്നെ സാബിർ താത്ത, നിങ്ങളും ബാല്യക്കാരത്തി തന്നെ. നിങ്ങൾ ഒരിക്കലും പറയല്ല നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു. കേട്ടോ, അത് വളരെ വളരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരിയെങ്കിലും നിങ്ങളെ വാക്കുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മാത്രം കുറ്റം പറയുന്നത് കൊണ്ടാണ്. ബാല്യക്കാരത്തെ ഇതൊന്നും എടുത്ത് നിങ്ങൾ കാണിക്കൂല. ഇതൊന്നും എടുത്ത് ഉസ്താദ്മാരെ നിങ്ങൾ കാണിക്കൂല. ഞങ്ങളും പ്രതികരിക്കും. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങളും പ്രതികരിക്കും. ഞങ്ങൾക്കും ഉണ്ട് സംഘടന, ഞങ്ങളും പ്രതികരിക്കും. കണ്ടാ സാബിർ താത്ത പറയുന്നുണ്ട, എന്ത് ബാസമാർ അല്ലാതെ സാബിർ താത്ത പറയുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങളും പ്രതികരിക്കുന്നു. എന്താ സാബിർ താത്ത? അതെ, സത്യത്തിനല്ലേ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പാട്ടിൽ കൂടിയിട്ടാണ് നല്ല ഇതിൽ പോയിട്ടുള്ളത്. പക്ഷെ സാബിർ താത്ത നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ പെണ്ണുങ്ങളെ ഒരുപാട് ആൾക്കാർ ട്രോളി, ഒരുപാട് ആളുകൾ പറയുകയും ചെയ്തു. പക്ഷെ ആ പെണ്ണുങ്ങൾ ഒരു വാക്ക് എതിർത്തിട്ടിട്ട് പറഞ്ഞിട്ടില്ല. ആ പെണ്ണുങ്ങൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ടെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോ ചെയ്ത് അതിനെ പിടിച്ചിട്ട് പൊക്കിയിട്ട് വരുന്നുണ്ട്. അതാണ് എല്ലാവരും നിങ്ങളെ ബാക്കിൽ കൂടാക്കി എന്നുള്ളത് സാബിർ താത്ത. എന്നിട്ട് അവർക്ക് പോകുന്ന കമന്റോ ബാല്യക്കാർത്തികൾ തുള്ളിക്കളിച്ച് പല ഭാഗങ്ങളും കാണിച്ച് തുള്ളിക്കളിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ വരുന്ന കമന്റോ മുസ്ലിങ്ങൾ എന്നെ ഹിന്ദുക്കളെ മാറ്റി വെച്ച പോലെ മുത്തുപണികൾ നല്ലവരെ അല്ലേ? മുസ്ലിങ്ങളെ നിങ്ങൾ ഹലാലും ഹറാമും പറയുന്നു. മുസ്ലിങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ആണുങ്ങൾക്കും നിങ്ങൾ ഹലാലും ഹറാമും പറയണം. എല്ലാവരും ഞങ്ങളെപ്പോലത്തെ മാത്രം പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും സാബിർ താത്ത. അപ്പൊ ഈ സാബിർ താന്റെ വീഡിയോ കണ്ട